ഒന്ന് നിൽക്കണേ, എന്റെ പൊന്നമ്പിയല്ലേ, ഒന്ന് നിൽക്കണേ. ഇതാരും റോമി ഭാസ്കരനോ? കുറെ കാലമായി ഞാനൊരു ആഗ്രഹം മനസ്സിട്ട് കിട്ടിയത്. എന്താ അത് അമ്പികയുടെ തുറന്നു പറയാൻ എനിക്കൊരു മടി. മടിക്കണ്ട, പറഞ്ഞോളൂ. പറയട്ടെ. എന്തേ? ഞാതിനെ സ്നേഹിക്കുന്നു എന്ന് പറയല്ലേ? എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാള് തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. അയ്യടാ, വേറെ എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി? ആരാ കക്ഷി? നാരായണ തലയുടെ മോള് അംബിക. തല്ലിയാണ് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. അപ്പൊ തങ്കമണിയോ? അതിനെനിക്കിഷ്ടാ. നീ കൊള്ളാലോ. ഇതില് ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ വൈദ്യരെ? വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായോ? വശീകരണ കഷായം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അത് അവൾ അനുസരിക്കും. ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ടോ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. എന്താ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ ഇച്ചിരി വട്ടാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും വട്ടാണ്. അതൊരു ലോക സത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോന്തേ. പോകരുത്, കുറച്ചു സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ഫലം അറിയാൻ പോകുന്നതേ ഉള്ളൂ. മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്താ ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? എനിക്ക് വയറ്. ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച് സത്യം പറയാലോ, ഇപ്പൊ എനിക്കൊരു അല്പം പ്രേമമൊക്കെ തോന്നി. പിന്നെ വരാം. അങ്ങനെയൊന്നും പോയാലോ? പ്രേമം തുടങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് പ്രേമിക്കട്ടെ. കാണില്ല, കണ്ടാ പ്രേമിക്കൂല. പ്രേമിക്കാൻ പോലും തിരിച്ചു കൊടുക്കും. റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോമി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് അവന് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാണല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചു തരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രശ്നമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, ഒരു 6 ഞാൻ വാങ്ങിച്ചു തരാം. 6 വേണ്ട, എനിക്ക് 1 മതി. നേരം കുറേ മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൂടെ ഇരിക്കുന്നു. അമ്മ അറിയല്ലോ മണിയേട്ടന്. ഞാൻ പോട്ടെ. മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം. എന്റെ ദൈവമേ, പ്രേതബാധയുള്ള സ്ഥലമാണെന്നറിയാം. പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ.
പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. വടി പേര് തെങ്ങിന്റെ മുകളിലൊന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ച് എടുക്കാൻ മറന്നുപോയി. പകലൊന്ന് നോക്കി വെക്കായിരുന്നു. ആ, ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങെ, നിന്റെ തേങ്ങ എന്റെ അമ്പിയയ്ക്ക് മാല കാണാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇഷ്ട. ഓ, തലേന് വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ. ഇതിന്റെ മുകളിൽ മൊത്തം സൈസ് ആണെങ്കിൽ എന്റെ അമ്പയ്ക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞു കിട്ടി. തെങ്ങാണെങ്കിലും മനസാക്ഷിയുണ്ട്. ഇന്ന് ആരെ കടയേണ്ടത്? നാളെ അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു 10 മുത്തുമാലെങ്കിലും മേടിക്കാം. അയ്യോ, നടുപോയി. കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോയി? ഞാനീ താങ്ങിട്ടില്ലേ? ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ഇവിടെയും വഴിയാധാരമായല്ലോ എന്റെ ഭഗവാനെ. പുഴക്കരയെങ്കിൽ പുഴക്കര. ഇനി എങ്ങോട്ട് പോകാനാണെന്ന്. ഇങ്ങനൊരു ജന്മം. ഒന്ന് വേഗം നടക്ക്. വെറുതെ അല്ല നിന്നെയൊക്കെ പോത്തേന്ന് വിളിക്കുന്നത്. കട്ടോണ്ട് വരാനുള്ള യാതൊരു ബോധമില്ല നിനക്ക്. എന്താ പുല്ലും തിന്നൂലേ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് സഹകരിക്കൂ. കളിക്കല്ലേ കളിക്കല്ലേ കളിക്കല്ലേ. അയ്യോ, ഈ പാതിരാത്രി ഏത് പന്നിയാടെ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, വരൂ മകനെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വരില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്ക് മരിക്കണ്ട. നീ മരിക്കണം. അയ്യോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, എന്താ എന്റെ ചെരുപ്പ്. അത് വേണമെങ്കിൽ നീ എടുത്തോ. രക്ഷപ്പെട്ടു. ഒന്ന് വേഗം വാ, നേരം എടുപ്പിക്കല്ലേ. ദൈവമേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നേ. ഈശ്വരാ, മാർക്കണ്ഡേയൻ രക്ഷിച്ച് അങ്ങന്നെ എന്നെയും രക്ഷിക്കണേ. കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവിടുന്ന് കണ്ണുറക്കണേ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സ്വൈര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവരിട്ടൊരു പണി കൊടുക്കുക തന്നെ. ഉൽപ്പലാക്ഷ. ദൈവമേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എല്ലാ നാമങ്ങൾക്കും അധിപനാണ് നാം. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടുപോകാൻ കാലം കാത്തു നിൽക്കുന്നു. പേടിക്കണ്ട, കാലൻ എന്നോടൊത്തൊരു ഡിസ്കഷൻ വന്നതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിരിക്കൂ, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉറപ്പാണോ? ഉറപ്പ്. ആദ്യം കണ്ണു തുറക്കാതെ തറയിൽ കമിഴ്ന്നു കിടക്കണം, നേരം വെളുക്കുന്നതുവരെ. കിടന്നു. അനങ്ങരുത്. ഇല്ല. ശ്വാസം പോലും വിടരുത്. ഇല്ലേ ഇല്ല. അനങ്ങിയാൽ നിന്റെ മരണം ഉറപ്പ്. അയ്യോ, ഇനി ഞാൻ എന്റെ ഡിസ്കഷൻ തുടങ്ങട്ടെ.